Watch full episodes on Jio Hotstar. ഹലോ പ്ലേയേഴ്സ്. എവിടെ പോയി എല്ലാരും? ഒളിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. ഒളിക്കരുതല്ലോ മമ്മി. പേടിക്കണ്ട. Tell me, do you like water world? യെസ് എനിക്ക് വാട്ടർ വേൾഡ് വളരെ ഇഷ്ടമാണ് കേട്ടാ. സ്ലൈഡിൽ ഊർന്ന് വരുന്നത്, പിന്നെ വെള്ളത്തിൽ കളിക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, അങ്ങനെ എനിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടാ. Good, very good. Then welcome to water world. Boom boom ram pam pam pam. എന്റെ അമ്മോ, നമ്മളെല്ലാരും ഹോട്ടൽ മുറിയുന്ന നേരെ ഈ വാട്ടർ വേൾഡിലേക്ക് എങ്ങനെയാണ് വന്നത്? നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഓക്സിജൻ മാസ്ക് ഇല്ലാതെ നമ്മൾ എല്ലാരും എങ്ങനെ വെള്ളത്തിൽ ശ്വാസം വിടുന്നത്? പിന്നെ എങ്ങനെയാണ് നമ്മൾ എല്ലാരും ഇവിടെ നിന്ന് വിശ്രമിക്കുന്നത്? ഇത് മുഴുവനും ഈ ഗസീറ്ററാമ് കാരണം ഉണ്ടായതാണ്. കളിക്കാൻ എന്ന വ്യാജേന ഇയാള് നമ്മളെ ഇങ്ങനെ ഒരു കുരുക്കിലാണ് കുരുക്കിയത്. ഇയാൾ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വരില്ലായിരുന്നു. എന്റെ രോഗികളാണെങ്കിൽ സത്യം കസീട്ട, ഇത്തവണ എനിക്ക് നിന്നോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. മമ്മി രക്ഷിക്കണേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സോറി, ഞാൻ ഈ തെറ്റ് ചെയ്യില്ല. ഏതായാലും ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ സ്ഥലം ഒന്ന് ചുറ്റിക്കറങ്ങാന്നേ. ഇനി ചിലപ്പോ ഒരു അവസരം നമുക്ക് കിട്ടിയില്ലെങ്കിലോ? എന്തു പറയുന്നു? ഇതൊരു മാജിക്കൽ ഗെയിമിന്റെ മാജിക്കൽ ലോകമാണ്. ആ മാജിക്കൽ ലേഡി വളരെ തന്ത്രപരമായാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അവളെ എങ്ങാനും കണ്ടാൽ ചോദിക്കണം എന്തിനോട് ഞങ്ങളോട് ഇത് ചെയ്തതെന്ന്. ഈ നാട്ടിലെ ശിവമണിയും ഞാനാണ്. വെൽക്കം വെൽക്കം. വാട്ടർ വേൾഡിൽ മനുഷ്യർക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ടൂറിസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒക്ടോഡോണിന്റെ വൺ മാൻ ബാൻഡിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിന്റെ ഓഫർ ഉണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. എന്റെ വയറിനകത്താണെങ്കിൽ എലികൾ കിടന്ന് ഓടി കളിക്കുകയാണ്. പത്തില് വലിയേട്ട ഒന്ന് വേഗം വരൂന്നേ. ആദ്യം പോണവർക്കാണ് ആദ്യം അവസരം കിട്ടുക. മോട്ടു, ഗസീറ്ററാമിനെ കൊണ്ട് ഒരു പ്രശ്നം തീർന്നതേ ഉള്ളൂ. അതിനകത്ത് ഇനി പുതിയത് വലിച്ചു വാരി വെക്കണോ? ആലോചിക്കാതെ എടുത്ത് ചാടരുത്. എന്റെ പത്തിലു ഇതിൽ എന്താണ് ആലോചിക്കാനുള്ളത്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വരൂ, നമ്മളാണ് ഫസ്റ്റ്. അവിടെയാണെങ്കിൽ ഇപ്പൊ ആരും ഇരുന്നിട്ടുമില്ല. ആദ്യം അവിടെ ആരെത്തുന്നോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവര് വിളമ്പി തന്നേ പറ്റൂ. Thank you everybody for coming. Let's enjoy the music. ചപ്പാട് 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 ചപ്പാട്. Excuse me sir, do you want to play drums? Yes, why not? അല്ല, എന്താ എല്ലാരും നോക്കി നിൽക്കണേ? കമോൺ, നിങ്ങളുടെ കൂട്ടുകാരന് കമ്പനി കൊടുക്കണില്ലേ? ഒളിച്ചെടുത്തല്ല, കൂട്ടുകാരന്റെ കമ്പനി കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കുക? എനിക്ക് കൂട്ടുകാരന്റെ കമ്പനി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടാ. അത് ശരി. എന്റെ
പോരെ അമ്മച്ചേ, എന്നെ ഇങ്ങനെ ഇക്കിളി കൂട്ടരുത്. ബോട്ടു രക്ഷിക്കുക. ഏയ്, stop. രക്ഷിക്കണേ. Audience, I am very tired now. This is lunch time. വേഗം വേഗം ലഞ്ച് തരൂ എന്റെ ഒക്ടോ ചേട്ടാ, ഞങ്ങളൊക്കെ വല്ലാണ്ട് വിശന്നിരിക്കുക. Correction. നിങ്ങൾക്ക് ആർക്കും ഒന്നും ഭക്ഷിക്കേണ്ട ആവശ്യമേ വരില്ല. അതെന്താ ഒക്ടോ ചേട്ടാ, ഞങ്ങളല്ലേ ആദ്യം എത്തിയത്? നിങ്ങൾ പറഞ്ഞതാണല്ലോ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്ന്. ആ കാര്യം ഞാൻ ഇപ്പോൾ കൂടെ വീണ്ടും പറയുന്നു. നിങ്ങളായിരുന്നു ആദ്യം വന്നത്, അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് എന്റെ ലഞ്ചിൽ ആദ്യം സെർവ് ആകുന്നത്. എന്താ? അതേല്ലോ. എന്റെ അമ്മോ, ഈ കസിറ്ററാം കാരണം ഞാനിപ്പോ ഇവന്റെ അടുത്ത് കുടുങ്ങിയിരിക്കുകയാണ്. തനിക്ക് കൂട്ടുകാരുടെ കമ്പനി വേണം അല്ലേ? ശരിയാക്കി തരാം. അതൊന്ന് അറിയില്ലോ. ഇടിക്ക്. ഒക്ടോനോട് ഇത് ഭയങ്കര ചതിയാണ്. ഏയ്, വേണ്ട 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 വേണ്ട. വേണ്ട. ബോട്ടു ചങ്ങ്. എന്നൊന്നും ചെയ്യില്ല. മാറ്. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. അവരെ പിടിക്കേ. എന്റെ അമ്മോ. ഏയ്, മമ്മി, ഡാഡി, കടല, പഴംപൊരി, പപ്പടം ഒക്കെ തരാം. എന്നെ വിട്ടേക്ക്. ഏയ്, ഓടിക്കോ. എന്റെ മോട്ടു, ഓടിയിട്ട് കാര്യമില്ല, നമ്മള് വെള്ളത്തിനടിയിലാണ്. ഓടിക്കോ. അതിനകത്തേക്ക് പോകാം. വേഗം നീന്തിക്ക. വേണ്ട, വരുന്നു. ഓടിക്കാം. എന്താ ഇവിടെ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇനി ഇവിടുന്ന് ഓടി എങ്ങോട്ട് പോകും? എന്റെ വലിയേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഏയ്, വേണ്ട. നമ്മുടെ പണി കഴിഞ്ഞു എന്നാ തോന്നുന്നേ. ഐഡിയ. മോട്ടു, ഓടിക്കരുതല്ല. ഓക്ടോഡോൺ ശരിയായി. താങ്ക് യു മോട്ടു പത്തലു, എന്നെ ശരിയാക്കിയതിന്. ബൈ ബൈ. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം, എന്നിട്ട് ഗെയിം കളിക്കാം. ഗെയിം നമ്മൾ അവിടെ തന്നെ ഉപേക്ഷിച്ചില്ലേ? നമുക്ക് ആ മാജിക്കൽ ലേഡിയുടെ അടുത്ത് പോയി ആ ഗെയിം കിട്ടും. അതേ മാജിക്കൽ ലേഡി, നീ എവിടെയാ ഉള്ളത്? ആ ഗെയിം തരൂ, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. Come on. എന്താ നിങ്ങൾ എന്നെ ഓർമ്മിച്ചു? ഹലോ എവരിബഡി, എന്താ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഗെയിം കളിക്കണം? ഓളിക്കടുത്തല്ല.
നിങ്ങളുടെ ഗെയിം കാരണമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ചോദിക്കാണ് വീണ്ടും ഗെയിം കളിക്കണോന്ന്. അതെ, ഞങ്ങൾക്ക് കളിക്കണം. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിരിക്കുന്നത്. I don't like this man. He's so rude. Bye bye. അല്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നത്തിലാ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോഴാണോ നിന്റെ ഞാൻ വേണ്ട പറഞ്ഞതാണ്. വേണ്ട. തല്ലല്ലേ. എനിക്ക് വേദനിക്കുന്നു. വേണ്ട. മമ്മി, രക്ഷിക്കണേ. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അതിനെ തിരിച്ചു വിളിച്ചോളാം. മാജിക്കൽ ലേഡി, മാജിക്കൽ ലേഡി, പ്ലീസ് ഒന്ന് തിരിച്ചു വരണേ. No, no. ആദ്യം സോറി പറയും, പിന്നെ വരാം. എനിക്കൊരു പാർട്ടിക്ക് പോകാനുള്ളതാ. I'm getting late. പറഞ്ഞോളാം, പറഞ്ഞോളാം. സോറി, സോറി, സോറി. ശരി. ഹലോ മാഡം, അധികം സന്തോഷിക്കുന്നു വേണ്ടട്ടാ. ഞാൻ സോറി പറഞ്ഞത് നിങ്ങളോടല്ല, എന്റെ കൂട്ടുകാരോടാണ്. Oh, really? Okay. Bye bye. ഓടിച്ചെടുത്തല്ലോ. എനിക്ക് അറിയാതെ വീണ്ടും ഒരു തെറ്റ് പറ്റി പോയിന്നേ. സോറി, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഇത് വളരെ ചെറിയ ഷെല്ലാണ് കേട്ടാ. അത് കുഴപ്പമൊന്നുമില്ല. എന്നല്ലേ, വേണ്ട, എനിക്ക് വേദനിക്കുന്നു. സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. വേണ്ട, മമ്മി രക്ഷിക്കണേ. എടോ കസീട്ട്, ദാ ഗെയിം തുടങ്ങിക്കോ. പൊളിച്ചെടുത്തല്ലോ. ദാ ഞാൻ ദാ കളി തുടങ്ങാൻ പോന്നു. ദാ ഒന്നുകൂടി കണ്ടോ? 2 ഡൈസിലും 6 വീഴട്ടെ. പൊളിച്ചെടുത്തല്ലോ, കലക്കി. പൊളിച്ചെടുത്തല്ലോ. വാല്യൂ ഫ്ലവേഴ്സ്. നിങ്ങളിൽ ആർക്കെങ്കിലും പൂക്കൾ വളരെ ഇഷ്ടമാണോ? പൊളിച്ചെടുത്തല്ല. പൂക്കൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഞങ്ങൾക്ക് എല്ലാവർക്കും പൂക്കളൊക്കെ വളരെ ഇഷ്ടമാണ്. എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയോ? ഞങ്ങൾക്ക് വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോ ആ പൂക്കൾ തന്നെ തിന്നേക്കുന്നേ. എന്നാൽ നല്ല കാര്യം. വെൽക്കം ടു വാല്യൂ ഫ്ലവേഴ്സ്. മോഡേൺ സിറ്റിയിലേക്ക് പോയാൽ മതി. മോഡേൺ സിറ്റി. പതുക്കെ മമ്മി, ഡാഡി. മമ്മി. ഒരു മിനിറ്റ്. ഇതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ വരാനുള്ള കാരണം ആരാണ്? ആ കസീട്ടാറാമ കാരണം നമ്മൾ ഇവിടെ വരാൻ കാരണം. അവനെ വെറുതെ വിടരുത് ചങ്കുകള്. കസീട്ട. എന്താ? നീ ആരാണ്? ഹലോ, മൈ നെയിം ഈസ് ഇന്നസെന്റ് ഷാ. എല്ലാരും പറയാറുണ്ട് ഞാൻ വളരെ ഇന്നസെന്റ് ആണെന്ന്. അങ്ങനെ തോന്നണല്ലേ നിങ്ങൾക്ക്? എന്തേ? ശരിക്കും പറഞ്ഞ നിന്നെ കാണുമ്പോ ഇന്നസെന്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ വ്യത്യസ്തമായിട്ടുള്ളത്? ഫ്ലവർ വേൾഡിൽ എല്ലാരും എന്നെ പോലെയാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യണേ? എനിക്ക് തോന്നണു നിങ്ങൾ ഇവിടെ തെറ്റുപറ്റി വന്നതാണെന്നാ. ഇനിയിപ്പൊ നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങളുടെ രാജാവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. വരൂ, എന്റെ കൂടെ വാ. അദ്ദേഹം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങളും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാ. നീ ഞങ്ങളെ എങ്ങനെയാ രക്ഷിക്കാൻ പോകുന്നത്? ഞാനിപ്പോ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ അല്ലായിരുന്നു നേരത്തെ എന്നെ കാണാൻ. പിന്നെ എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയായിരുന്നു ഇവിടെ മനുഷ്യന്മാര് വരും, അവരായിരിക്കും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ പഴയ രൂപത്തിലേക്ക് എത്താൻ. ഞങ്ങൾ തീർച്ചയായും നിന്നെ സഹായിക്കുന്നതാണ്. നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചില്ല പിന്നെ ഈ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്?
എന്റെ അമ്മോ, താൻ ഇന്നോസെന്റ് ആയിരിക്കും, പക്ഷെ ഇവരൊക്കെ ആരാണ്? അത് ക്യാക്ടോ ഹൈഡോ ആണ്. നിങ്ങൾ ആരും അങ്ങോട്ട് അധികം ശ്രദ്ധിക്കാണ്ടിരുന്നാ മതി. നിങ്ങൾ എന്റെ കൂടെ നടന്നെങ്കിൽ വന്നാ മതി. ഇവരുടെ ആഗ്രഹം അതാണ്. ആരെങ്കിലും ഇവരെ ഒന്ന് നോക്കുക, എന്നിട്ട് ആ ഒരു അവസരം നോക്കി ഇവർ അവരെ അങ്ങ് അറ്റാക്ക് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഡോണ്ട് വറി, ആരും തന്നെ ഒരു ദ്രോഹവും ചെയ്യാൻ പോണില്ലെന്നേ. ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഇല്ലേ. ഞാനിപ്പോ അവരെ ഓടിച്ചിട്ട് വരാം. ഹലോ, നമുക്ക് പോകാം. ഒന്നേ പോകാം. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇതുപോലെ എന്റെ മനസ്സിനെ സ്പർശിക്കുന്ന ട്യൂൺ ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ലാട്ടാ. എനിക്കിപ്പോ കരച്ചില് വരുന്നു. എന്റെ അമ്മോ, ഈ ശബ്ദം കേൾക്കുമ്പോ മനസ്സങ്ങ് മയങ്ങി പോവാണല്ലോ. ഈ പുക എവിടുന്നാ വന്നത്? ഇതൊന്ന് മാറ്റിത്തരൂ. പിടിക്കവന്മാരെ, അവന്മാരെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. മനസ്സിലാവുന്നില്ല, ഇരുട്ടിൽ എങ്ങോട്ടാ ഓടിപ്പോയെന്ന്. വാ, നമുക്ക് പോവാം. എന്റെ അമ്മോ, മുന്നിലും പിന്നിലും മുകളിലും താഴെയും നമ്മള് ഡേഞ്ചർ ആണല്ലോ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ആ മലയുടെ മുകളിലേക്ക് പോണം നമുക്ക്. വാ. വരൂ, അകത്തേക്ക് പോവാം. വാ, എന്ത് രസമാണ്, എന്ത് മനോഹരമാണ്. എന്താണ് മക്കളെ? ഗുരുജി നോക്കൂ, ഞാൻ മനുഷ്യന്മാരെ കൊണ്ടുവന്നിരിക്കുക. ഇന്നോസെൻസിയ, നിങ്ങൾക്കറിയാമോ എന്ത് നുണ പറഞ്ഞിട്ടാ നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? അതിന്റെ സത്യം പറഞ്ഞു തരാം. ഞങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് മനുഷ്യർക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന്. അതെങ്ങനെയാ? മനുഷ്യരെങ്ങനെയാണ് രക്ഷിക്കുക? മാത്രമല്ല, നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്? അതൊരു പഴയ കഥയാ. ഞങ്ങൾ എല്ലാവരും വളരെ സ്നേഹത്തോടെയാ കഴിഞ്ഞിരുന്നത്. ആരും പരസ്പരം തിന്നാറില്ലായിരുന്നു. പക്ഷേ ഒരിക്കൽ ക്ഷാമം നേരിട്ടു. എല്ലാ നദികളും വറ്റി വരണ്ടു. ഒരു തുള്ളി വെള്ളത്തിന് പോലും ഞങ്ങൾ കൊതിച്ചു. അതിന്റെ ഫലമോ, എല്ലാവർക്കും പല ചിന്തകളും വന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരസ്പരം തിന്നാൻ തുടങ്ങി. പക്ഷെ ആകാശത്ത് കാർമേഘങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഈ മേഘങ്ങൾക്കും ഞങ്ങളോട് ശത്രുതയാന്നാ തോന്നുന്നേ. അവിടെ ഉരുണ്ടുകൂടുന്നുണ്ടെങ്കിലും ഒരിറ്റ് മഴ പോലും പെയ്യുന്നില്ല. കുറെ നാളായി ഇവിടെ ഒരു മഴ പെയ്തിട്ട്.
പത്ലു വലിയേട്ടാ ചിങ്കം സാറേ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. എന്താ മോട്ടു ഇത്? എന്തിനാ നീ ഇങ്ങനെ കിടന്ന് അലറുന്നത്? മുകളിലേക്ക് നോക്കൂ. എന്ത്? വലിയേട്ടാ ഇതെത്ര മേഘങ്ങളാണ്. പക്ഷെ കണ്ടിട്ട് മഴ പെയ്യുന്ന പോലെ ഇല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഗാഡ്ജറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി ഒപ്പിക്കൂ. ഓയ് മോട്ടു ചങ്കേ, അപ്പൊ നിനക്ക് ഇവരൊക്കെ വളരെ പരിചയമുള്ളവരാണ് അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ആ മേഘങ്ങളിലേക്ക് സ്പ്രേ ചെയ്യാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്റെ അമ്മോ, ഡോക്ടർ ഐഡിയ കൊള്ളാം. Do it. വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അവന്മാരെല്ലാവരും തെരഞ്ഞിട്ട് ഈ മലയുടെ മുകളിൽ എത്തിയിരിക്കുക. എല്ലാവന്മാരെയും പിടിച്ചോ. ഇനി അവന്മാരെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. ഈനോ സംശയം വിടരുത്. പത്ലു നിങ്ങളൊക്കെ വലിയേട്ടൻ മരുന്നുണ്ടാക്കുന്നതിന് സഹായിക്കേ. അതുവരെ യുവമാരെയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ അമ്മ മോട്ടു, നീ ഒറ്റയ്ക്കല്ല പോട്ടത്. The name is ചിങ്കം. ഒറ്റൊരുത്തരെ ഞാൻ വെറുതെ വിടില്ല. ചാർജ്. എന്റെ അമ്മ ചിങ്കം സാറേ സ്റ്റോപ്പ്. മോട്ടു, ടൈം പ്ലീസ്. വലിയേട്ടാ നിങ്ങളുടെ ജോലി എവിടെ വരെ ആയി? ഓയ് മോട്ടു എന്റെ ചങ്ക, ഇനി കുറച്ച് സമയം കൂടി മാത്രം മതി. ഓക്കെ വലിയേട്ടാ, എടുത്തോളൂ. ടൈം ഓവർ. ഫൈറ്റ് സ്റ്റാർട്ട്. എന്റെ രോഗികളാണെങ്കിൽ സത്യം, ഞാനിപ്പോ ആ സ്പ്രേ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാനത് അടിക്കാൻ പോവുകയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.